ഹായ് ഡിയേഴ്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. മലേഷ്യയിലെ കൊലാലംപൂരിലുള്ള ചൈനീസ് ക്ഷേത്രമായ തീൻ ഹൗ ടെമ്പിളിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊലാലംപൂരിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ചൈനീസ് ക്ഷേത്രമാണിത്. ഇതിൻ്റെ പേരാണ് തീൻ ഹൗ ക്ഷേത്രം. 6 നിലകളായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചൈനീസ് ന്യൂ ഇയർ ടൈമിൽ ഇവിടെ നല്ല തിരക്കാണ്. കാണാനാണെങ്കിൽ അതിലേറെ മനോഹരമാണ് ഈ ക്ഷേത്രം. ടൂറിസ്റ്റുകൾ എപ്പോഴും വരുന്ന ക്ഷേത്രമാണിത്. പ്രത്യേകിച്ച് എല്ലാ മതസ്ഥർക്കും വരാൻ പറ്റുന്ന ക്ഷേത്രമാണിത്. നല്ല കാഴ്ചയാണ് ഇവിടുത്തെ കാഴ്ച. അതുപോലെ തന്നെ നല്ല പവർഫുള്ളാണത്രേ ഇവിടുത്തെ ദൈവത്തിൻ്റെ ശക്തി എന്നാണ് പറയപ്പെടുന്നത്. ഗോഡ് ഓഫ് മേഴ്സി, അതായത് കരുണയുടെ ദൈവമാണ് ഇവിടുത്തെ പ്രധാന ദൈവം. അതുകൂടാതെ ഒരു 3 ദൈവങ്ങളായിട്ടാണ് ഇവിടെ ഉള്ളത്. 3 ഗോഡ്സ് ഉണ്ട്. അതിൽ ഒരു ഗോഡ് വന്നിട്ടുള്ളത് ഗോഡ് ഓഫ് സീ ആണ്, വേറൊന്ന് വന്നിട്ട് ഗോഡ് ഓഫ് മേഴ്സി ആണ്, വേറൊന്ന് വന്നിട്ട് ഗോഡ് ഓഫ് വാട്ടർ ഫ്രണ്ട് ആണ്. നമുക്ക് ആർക്കായാലും ഇവിടെ എത്തി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ശരിക്കുള്ള അനുഭവമാണിത്. മലേഷ്യയിലേക്ക് പോകുന്നവരൊക്കെ ഈ ടെമ്പിൾ സ്കിപ്പ് ചെയ്യാതെ വിസിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ പ്രാർത്ഥിക്കാനൊക്കെ ഒരു പ്രത്യേക ഇരിപ്പിടമുണ്ട്. അവിടെ ഇരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് നല്ലൊരു പാർക്ക് മാതിരി നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഗാർഡനാണ് കാണാൻ. കുറേ ചൈനീസ് മൃഗങ്ങളുടെ ശില്പങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളതാണ്. അതുകൂടാതെ ഇവിടെ നമുക്ക് ചന്ദനത്തിരിയും മെഴുകുതിരിയൊക്കെ കത്തിക്കാം. നമ്മളെ നാട്ടിലുള്ള മാതിരി നമ്മൾ കൊണ്ടുപോകേണ്ട. അവിടെ ചന്ദനത്തിരിയും മെഴുകുതിരിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നമുക്ക് തന്നെ കത്തിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ എല്ലാവരും അവിടെ കത്തിച്ച് വെക്കുന്നത് കണ്ടതുകൊണ്ട് ഞങ്ങളും അതുപോലെ തന്നെ അവിടെ നിന്ന് ചന്ദനത്തിരി എടുത്ത് കത്തിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ എല്ലാവരും വെച്ചിരിക്കുന്ന ഒരു വലിയൊരു പാത്രം മാതിരി, വലിയൊരു പോട്ട് മാതിരി ഒരു ഇതുണ്ട്. അതിനകത്ത് എല്ലാവരും വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അതിനകത്ത് കത്തിച്ച് വെച്ചു. നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവർക്കും വരുന്നവർക്കൊക്കെ കത്തിക്കാൻ ഒരുപാട് ചന്ദനത്തിരികൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇംഗ്ലീഷുകാരും പിന്നെ ഇന്ത്യക്കാരും എല്ലാമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരും എല്ലാവരും തന്നെ അവിടെ നിന്ന് തിരിയെടുത്ത് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു. എവിടെയും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിട്ടില്ല. നമ്മൾ തന്നെ ചന്ദനത്തിരി അവിടെ നമ്മൾ പിന്നെ കാണിക്കയായിട്ട് അവിടെ സമർപ്പിക്കാറുണ്ടല്ലോ പതിവ്. ഇത് പതിവിന് വിപരീതമായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളും എല്ലാവരും കൂടെയുള്ള ഓരോ ആളായിട്ട് ചന്ദനത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ്. ഇതാണ് ചൈനീസ് ഗോഡസ് ഓഫ് മേഴ്സി, ഗോഡസ് ഓഫ് സീ, ഗോഡസ് ഓഫ് വാട്ടർ ഫ്രണ്ട് ഒക്കെയാണ് ഇവിടെ 3 സെക്ഷനായിട്ടുള്ളത്. അതിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് ഒരു പിന്നെ എന്താ പറയുക, ഒരു സീറ്റ് വെച്ചിട്ടുണ്ട്. അവിടെയാണ് ചൈനീസ് ആൾക്കാരൊക്കെ മുട്ടുകുത്തി ഇരുന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിച്ചു. ചിലരൊക്കെ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് 3 ഗോഡസും. ഇതൊക്കെ ഇനി ടെമ്പിളിലെ കാഴ്ചകളാണ്. നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം.
¿Sabe un poquito más? Si me decís la pata chueca, no sé cuál de las dos es. Chinese temple. ഇതൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരികളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നേരിട്ട് കാണാൻ ഇതുപോലെയൊന്നുമല്ല, അടിപൊളിയാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോവാണ്. അതിനുള്ള സ്റ്റെപ്പ് വരുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ ബാക്കിലുള്ള കാഴ്ചകളാണ്. അവിടെ പുതിയ സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയോ മറ്റോ കുറേ സ്റ്റാച്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൈനീസ് ഗോഡസോ എന്താണെന്ന് അറിയില്ല. കുറേ ആൾരൂപങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനടുത്തും കൂടെ ഞങ്ങൾ ചുറ്റി കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ പാർക്കും ഇതൊക്കെ ഉണ്ട്. ഫ്രണ്ടിലും ഉണ്ട്, സൈഡിലും ഉണ്ട്. അപ്പം അതിൻ്റെ മേലെ കയറി ഇറങ്ങി അതിന് ശേഷം അത് സ്റ്റാച്യു കണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പം ഇവിടെ നല്ലൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ അതിനപ്പുറത്തായിട്ട് കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അതിമനോഹരമായ കാഴ്ചയായിരുന്നു. കണ്ണിന് നല്ലൊരു ആനന്ദം നൽകുന്ന കാഴ്ചയാണ്. ഇതുപോലുള്ള അതിമനോഹരമായ മറ്റു കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഇത് ഗോഡ് ഓഫ് മാരേജ് ആണ്. ചൈനീസ് വിശ്വാസപ്രകാരമുള്ള ഗോഡ് ഓഫ് മാരേജ് ആണ് അത്ര. ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫലകത്തിൽ. അതുപോലെ മറ്റുള്ളതിൻ്റെ അടുത്തും ഓരോന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. مثلا خودشون میان اینجا دانو میزنن همون
گرس بود خیلی خوبه عالیه به سایز خودش تصمیم گیره همیشه تصمیم ഇതൊക്കെയാണ് തീൻ ഹൗ ടെമ്പിളിലെ കാഴ്ചകൾ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.